ക്രാക്കാണ്, അഥവാ അതൊരു വിള്ളലാണ് എന്ന വിധത്തിൽ വിവരമറിയിച്ചു. ഈ വാർത്ത വളരെ വ്യാപകമായി ഇതിനിടയിൽ പരക്കുന്നുണ്ടായി. യഥാർത്ഥത്തിൽ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം നിർമ്മാണ വേളയിൽ ഉണ്ടാകാവുന്ന ഒരു ശൃംഖേജാണ് അവിടെ ഉണ്ടായത് എന്നാണ് ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ, ഏതെങ്കിലും ഒരു കരാർ കമ്പനിയുടെ അല്ല, ഔപചാരികമായി ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിട്ടുള്ള കിഫ്കോണിന്റെ സാങ്കേതിക വിദ്യയിൽ അതിസമർത്ഥരായിട്ടുള്ള എഞ്ചിനീയർമാർ ഉൾപ്പെടെ ശൃംഖേജ് ആണ് അവിടെ ഉണ്ടായത് എന്ന് പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ക്രാക്ക് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആളുകൾ ധരിക്കുന്നത് എന്താണ്? അതൊരു സ്ട്രക്ചറൽ ക്രാക്ക് ആയിരിക്കും എന്നാണ്. സ്ട്രക്ചറൽ ക്രാക്ക് അല്ല അവിടെ ഉണ്ടായത് എന്ന് അന്ന് രാവിലെ അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ എഞ്ചിനീയർമാർ ഉൾപ്പെടെ പറയുകയും അത് ഇതിന്റെ ഉറപ്പിനെ ബാധിക്കില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ആ വീടിനകത്തേക്ക് പോയത്. അവിടെ വീടിനകത്ത് പോയി ഈ വര ഇങ്ങനെ രേഖപ്പെടുത്തിയത് ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും തുടർച്ചയായി കാണിക്കുന്നത് കൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് മാത്രം കേട്ടുപോരുകയല്ല, അവിടെ ഉണ്ടായത് എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് അവിടെ കയറി നിന്ന് ഇവര് പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയതാണ് എന്ന് പ്രസ്താവിച്ചപ്പോൾ പെൻസിൽ കൊണ്ട് തന്നെ അടയാളപ്പെടുത്തിയതാണോ എന്ന് ഉറപ്പുവരുത്താനായി അവിടെ നോക്കുകയുണ്ടായി. വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള നൌഫൽ പോലും ഇങ്ങനെ ഒരു ക്രാക്ക് എന്ന വിവരം കേൾക്കുന്നത് ഇവർ അടയാളപ്പെടുത്തിയതിന്റെ, ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ അടയാളപ്പെടുത്തിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കൊണ്ട് എഞ്ചിനീയർമാർ പറഞ്ഞത് ശരിയാണോ എന്ന കാര്യം നേരിട്ട് ബോധ്യപ്പെടാൻ ആദ്യം എനിക്ക് തന്നെ ബോധ്യപ്പെടണമല്ലോ. എനിക്ക് ബോധ്യപ്പെടാനും ഞാൻ ബോധ്യപ്പെടുന്നത് വഴി അത് ബാക്കിയുള്ള ആളുകളെ അറിയിക്കാനും വേണ്ടിയാണ് അവിടെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു മഴയിൽ ചോർന്നൊലിച്ചതല്ല ഇത്. വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റിന്റെ ഭാഗമായി നമ്മൾ തന്നെ 24 മണിക്കൂർ വെള്ളം നിറച്ച് നടത്തിയിട്ടുള്ള ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലുണ്ടായതാണ്. ഇനി കെട്ടിടം പൂർത്തീകരിച്ചാലോ? കെട്ടിടം പൂർത്തീകരിച്ചാൽ നേരിട്ട് കൈമാറുകയല്ല. കെട്ടിടത്തിന്റെ കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാർ ഒരു പരിശോധന നടത്തും. കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാർ പരിശോധന നടത്തിയതിനു ശേഷം കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാരും കിഫ്കോണിന്റെ എഞ്ചിനീയർമാരും സംയുക്തമായി പരിശോധന നടത്തും. അതിനും അവസാനിക്കാതെ കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാരും കിഫ്കോണിന്റെ എഞ്ചിനീയർമാരും ആർക്കാണോ വീട് കൊടുത്തിട്ടുള്ളത്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇതെന്റെ വീടാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന വീട്ടുകാരനായ മനുഷ്യരെ കൂട്ടി അവിടെ പരിശോധന നടത്തും. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ 5 വർഷക്കാലത്തേക്ക് സിവിൽ വർക്കിൽ ഈ കരാറ് കമ്പനി ഡിഫക്റ്റ് ലൈബിലിറ്റി പ്രകാരം വാറന്റി നൽകേണ്ട ഒരു വീടാണത്. 5 വർഷക്കാലം സിവിൽ വർക്കിലും 3 വർഷക്കാലം ഇലക്ട്രിക്കൽ വർക്കിലും വാറന്റി നൽകിക്കൊണ്ടാണ് ആ വീട് ഉണ്ടാക്കുന്നത്. സാധാരണ നിലയിൽ ആ കരാർ കമ്പനിയുടെ ലഭ്യമാകേണ്ട കരാർ പ്രകാരമുള്ള സംഖ്യയിൽ ഒരു നിശ്ചിതമായ ശതമാനം 5 വർഷത്തിന് ശേഷം മാത്രം കൊടുക്കാവുന്ന വിധത്തിൽ എടുത്തു വെച്ചാണ് ഡിഫക്റ്റ് ലൈബിലിറ്റി പ്യൂരിഫൈ ചെയ്യേണ്ടത്, അത് ക്യൂർ ചെയ്യേണ്ടതെന്ന് നിശ്ചയിച്ചു. ആളുകൾക്കറിയാം കരാർ ഉണ്ടാക്കിയാൽ എന്തുണ്ടാകും? ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ ആ കോൺട്രാക്ട് ആരാണോ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കേണ്ടത് അവർ നിർവഹിച്ചില്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആവും, കോൺട്രാക്ടിന്റെ ലംഘനമാകും. അതിലെങ്ങനെ നടപടിയെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോയത്. ഞാൻ പരിശോധിക്കാൻ ആളില്ല. മന്ത്രി എങ്ങനെയാണ് എഞ്ചിനീയർ ആവുക, മന്ത്രി എങ്ങനെയാണ് പണിക്കാരനാവുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോ പറയുന്നില്ല. ചില ആളുകൾ കരുതുന്നത് പോലെ ചില ആളുകൾക്ക് അങ്ങനെയാണ്. ഈ കരാറ് കമ്പനിക്കാർ പറയുന്നത് നേരിട്ട് കേട്ട് ബോധ്യപ്പെട്ട് മന്ത്രിക്ക് താഴെ നിന്ന് ആകാശത്തോട്ട് നോക്കി ഇതൊരു വിള്ളലല്ല എന്നങ്ങ് പ്രസ്താവിച്ചു പോരാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്റെ ശീലം അതിൽപ്പെട്ടതല്ല. പിന്നെ ചൂരന്മലക്കാർക്ക് ഞാനൊരു മന്ത്രിയല്ല, അവരുടെ വീട്ടുകാരനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്റെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു വീട് ഏൽപ്പിക്കുമ്പോൾ വിള്ളലുണ്ട് എന്നൊരു ചെറിയ ആശങ്ക പോലും നിലനിൽക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ മേശപ്പുറത്ത് കയറിയത് ഒരു തെറ്റാണ് എന്ന് പറയുന്നവരോട് വളരെ അഭിമാനപൂർവ്വവും അതിലേറെ വിനയപൂർവ്വം എനിക്ക് പറയാനുള്ളത്, എന്റെ നാടിന്റെ അഭിമാനം കാക്കാൻ ഇതിനേക്കാൾ പൊക്കത്തിൽ കയറണമോ ആ പൊക്കത്തിലും കയറും. അത് ആശങ്ക എനിക്ക് തന്നെ ദൂരീകരിക്കാൻ പറ്റേണ്ടത് എത്രയുണ്ടോ അതുപോലെ തന്നെ ചെയ്യും. ചില ആളുകൾ ചോദിച്ചു, മന്ത്രിമാർക്ക് ഇങ്ങനെ പൊക്കത്തിൽ കയറി പരിശോധിക്കണോ? കളക്ടർക്കും PWD ഉദ്യോഗസ്ഥനും ഒരു നിർദ്ദേശം കൊടുത്താൽ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ?
അങ്ങനെ ദന്തഗോപുരങ്ങളിലിരുന്ന് ഇത് നിയന്ത്രിച്ച അനുഭവം നേരത്തെയും ഞങ്ങൾക്കില്ല. ആ ദുരന്തത്തിന്റെ ഭാഗമായി ജൂലൈ 30 മുതൽ ഒരു മാസക്കാലം അവിടെ നിന്നവരുടെ മുഖങ്ങൾ ഞാൻ ഈ കൂട്ടത്തിൽ കാണാനുണ്ട്. എങ്ങനെയായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിരുന്നത്? കളക്ട്രേറ്റിലെ ശീതീകരിക്കപ്പെട്ട മുറികളിൽ ഇരുന്നു കൊണ്ട് പ്രോട്ടോകോളിന്റെ വലിപ്പം പറഞ്ഞു നിന്നവരായിരുന്നില്ല ഞങ്ങളാരും. ഞങ്ങൾ എന്നുദ്ദേശിച്ചത് നമ്മളെല്ലാവരും ആ ചളി നിറഞ്ഞ മണ്ണിൽ ഗംബൂട്ടിട്ട് മുട്ടുവരെയും അരവരെയും താഴുന്ന ചളിയിലൂടെ നടന്നു പോകുമ്പോൾ ഏത് പ്രോട്ടോകോളിനെ കുറിച്ചാണ് നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നത്? അവിടെയുള്ള 2 ഷട്ടറിന്റെ കൺട്രോൾ റൂമിലിരുന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ദുരന്തബാധിതർക്കും സഹായികൾക്കും കൊടുക്കുന്ന ഭക്ഷണം പരസ്പരം കഴിച്ച് ആ പ്രവർത്തനങ്ങൾക്ക് രാപ്പകലില്ലാത്ത വിധം നേതൃത്വം നൽകിയത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിടെ അതിന്റെ മുകളിൽ കയറി അങ്ങനെ ഒരു പരിശോധന നടത്തേണ്ടത് വരച്ചിട്ടതാണെന്ന് ഒരു കമ്പനി പറഞ്ഞാൽ അത് കേട്ടുപോരലല്ല, അത് ഉറപ്പിച്ചു തന്നെ തീരുമാനിക്കണം എന്ന് ഉറപ്പുള്ള ഒരു പൊതുപ്രവർത്തകന്റെ, മന്ത്രി എന്നതിനേക്കാൾ ഉപരിയായി മനുഷ്യത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു മലയാളിയുടെ കടമയാണ് എന്നുള്ളത് കൊണ്ടാണ് ആ പ്രവർത്തനത്തിന് ഞാൻ അറിയുന്നത്. എന്തെല്ലാം ആക്ഷേപമാണ് അതിന്റെ ഭാഗമായി സൈബർ ഇടങ്ങളിലുണ്ടായത്. ഞാനൊരു കാര്യം എന്റെ പത്രസമ്മേളനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും പറയട്ടെ, ഏതെങ്കിലും വിധത്തിൽ നൗഫലിനെ സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലാതെയോ ആക്രമിക്കാവുന്ന ഒരു പണിക്കുമാരും മുതിരരുത്. ഞങ്ങൾ പറഞ്ഞാലും മുതിർന്നു എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു പണിക്കുമാരും മുതിരരുത്. നൗഫൽ ഒരു ദുരന്തബാധിതനായിട്ടുള്ള മനുഷ്യനാണ്. അയാൾക്ക് വികാരപരമായ വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അദ്ദേഹത്തെ ആക്രമിക്കാവുന്ന ഒരു പണിയുമായും ചെയ്യരുത് എന്ന് ഞാൻ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ ഒരു ദുരന്തബാധിതന്റെ ഹൃദയം തകർന്ന വാക്കുകൾക്ക് ചൂളമടിച്ചും താളമിട്ടും ഉറക്കെ പരിഹസിച്ച് ചിരിച്ചും നിൽക്കുന്നവർ ഏത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് എന്ന് എനിക്ക് വളരെ ഗൗരവമായി തോന്നേണ്ടതുണ്ട്. എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ, തൃശ്ശൂരിൽ നിന്ന് ഒരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. PC ജോഷിയുടെയും രാജേഷ് റാവുവിന്റെയും പി കൃഷ്ണപിള്ളയുടെയും ഒക്കെ സ്മരണകളടങ്ങുന്ന ഈ പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ മന്ത്രിയായി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ട് 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് ആ കൂലിപ്പണിക്കാരന്റെ ഹൃദയവികാരങ്ങളും വേദനകളും അറിയുന്ന തൊഴിലാളികളുടെയും കൂലിപ്പണിക്കാരുടെയും ഒക്കെ വേദനകൾ അറിയുന്ന ഒരു മണ്ണിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ മന്ത്രി കെ രാജന്റെ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി, അതായത് വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിച്ച് സർക്കാർ നൽകിയ വീടുകളിൽ ചോർച്ച അനുഭവപ്പെടുന്നു എന്ന വാർത്ത, വിള്ളലുകൾ കണ്ടിരുന്നു എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാട്ടർ ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വിള്ളലുകൾ ഉള്ളത്. അതിന് മറ്റ് സാങ്കേതികമായ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ വീട് കൈമാറുകയുള്ളൂ എന്നും വീട് കൈമാറിയ ശേഷവും അതിൻ്റെ അറ്റകുറ്റപ്പണികളുമൊക്കെയായി ബന്ധപ്പെട്ട കരാർ ഈ നിർമ്മാതാക്കൾ ആ വീടിൻ്റെ നിർമ്മാണം നടത്തുന്ന കമ്പനി ഊരാളുങ്കൽ ആണ് അതിൻ്റെ നിർമ്മാണം നടത്തുന്നത്, അവരുമൊക്കെ ആയിട്ടുണ്ട് എന്നുകൂടിയാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രി തന്നെ നേരിട്ടെത്തി ആ വിള്ളൽ പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ട്രോൾ ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം ഈ ദുരന്തബാധിതരിൽ ഒരാൾ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അയാൾക്ക് നേരെയും സൈബർ ഇടത്തിൽ വലിയ ആക്രമണം ആണ് നടക്കുന്നത്. അത് അവസാനിപ്പിക്കണം എന്നുകൂടിയാണ് മന്ത്രി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്.